ഇതാണ് പൊന്നാങ്കണ്ണി ചീര. വീട്ടുവളപ്പിലൊക്കെ ഉണ്ടാവുന്നതാണ്. ഇത് നമ്മൾ തൈ കുഴിച്ചിട്ടിട്ട് അങ്ങനെ ഉണ്ടായതാണ്. അധികം ഉയരം വെക്കില്ല, ചെറിയ ഇതാണ്. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ ഈ ചീരക്ക് പറയാന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്താൽ തിരക്കിടില്ല. ഞങ്ങൾ പൊന്നാങ്കണ്ണി ചീര എന്നാണ് പറയുക. അപ്പോൾ അതുകൊണ്ടുള്ളൊരു കറിയാണ്, പരിപ്പ് ചേർത്തിട്ടുള്ള തേങ്ങ അരക്കാത്ത ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് പരിപ്പാട് വേവിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് പരിപ്പ്, ഒരു അരക്കപ്പ് പരിപ്പ്, ചെറിയ കപ്പിന് അരക്കപ്പ് പരിപ്പ്, പിന്നെ തക്കാളി, ചെറുള്ളി, വെളുത്തുള്ളി ഒക്കെയാണ് ഇതിലേക്ക് വേണ്ടത്. ഞാൻ അങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മൾ വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കുന്നത്. ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ, ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക്, ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പോൾ ചിലപ്പോൾ ഉഴുന്ന് ഇട്ട് കൊടുക്കുക. ഉഴുന്ന് ഓപ്ഷണലാണ്, ഉള്ളവർക്ക് ഇട്ട് കൊടുക്കാം, നിർബന്ധമൊന്നുമില്ല. നല്ലതാണ്, നല്ല ടേസ്റ്റാണ്. അതിലേക്ക് 3 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, ഒരു 4 അല്ലി വെളുത്തുള്ളി, 8 ചെറുള്ളിയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അതൊക്കെ കൂടിയാലും കുറഞ്ഞാലൊന്നും കുഴപ്പമില്ല, ഓരോരുത്തരുടെ ഇഷ്ടമാണ്, ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച്. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തിരിച്ച് ചെയ്യാം. അപ്പം ഇനി തക്കാളി ഇട്ട് കൊടുക്കുക. ഇത് ഒരു വലിയ തക്കാളി, വലിയല്ല, ഒരു മീഡിയം തക്കാളി, ഒരു ചെറിയ തക്കാളിയാണ്. വലുതാണെങ്കിൽ ഒരു തക്കാളി മതി. മൂടിയിട്ടിട്ടുണ്ട്, ലോ ഫയറിലിട്ടുണ്ട്. തുറന്ന് നോക്കാം. തക്കാളി സോഫ്റ്റായി വന്നിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, അത്ര ചേർക്കണുള്ളൂ. പാകത്തിന് ഉപ്പ്, നമ്മൾ ചീരൊക്കെ ചേർത്തതിൻ്റെ ശേഷം നോക്കിയിട്ടാണ് ഇനി ഉപ്പിടുള്ളൂ. ഇതിലേക്ക് ചീര ചേർത്ത് കൊടുക്കാം. ഇതങ്ങനെ ഒന്ന് മൂടിയിടുക. മൂടിയിട്ടിട്ട് ലോ ഫയർ ആക്കുക. ഒരു 2 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുക. ഇട്ട സമയത്ത് കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് വെന്ത കാരണമാണ് ഇങ്ങനെ കുറഞ്ഞത്. ഈ സമയത്ത് നമ്മൾ ആ പരിപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. വേവിച്ച പരിപ്പാണ് ഇത്, മസൂർ പരിപ്പാണ്. മസൂർ കീ ദാൽ എന്നൊക്കെ പറയുമല്ലോ, മൈസൂർ പരിപ്പ്. അതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടും, അതുകൊണ്ടാണ്. മറ്റേ പരിപ്പ് കുറച്ച് നേരം എടുക്കും. ഇത് നന്നായി മിക്സ് ആക്കിയിട്ട് കുറച്ച് വെള്ളം, ഒരു കറി മാതിരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അവിടെ തിളപ്പിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്, ഒരു ഗ്ലാസ് വെള്ളം. ഇനി ഒന്ന് തുറന്ന് നോക്കാം. സെറ്റായിക്കണേ, നല്ല സെറ്റായിരിക്കണം. ഇപ്പോൾ ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ലേശം ഒന്ന് തെളിച്ച് കൊടുക്കുക. പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക.
അപ്പം അത് സെറ്റായി. ഇതാണ് നമ്മുടെ ചീരക്കറി. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. വളരെ ടേസ്റ്റിയാണ് ഹെൽത്തിയാണ്. ഓക്കെ, ഇതെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.